മാസപ്പടി വിവാദത്തിൽ ഇഡിയുടെ അന്വേഷണം CPM BJP കൊടുക്കൽ വാങ്ങലിന്റെ ഭാഗമാണെന്ന് കെ മുരളീധരൻ MP. കേരളം ഇക്കുറി മാറി ചിന്തിക്കുമെന്നും അതിന്റെ ആദ്യ മാറ്റമുണ്ടാവുക തൃശൂരിലാണെന്നും BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ MP. ജില്ലയിലെ 4 കോൺഗ്രസ് നേതാക്കൾ കൂടി BJPയിൽ ചേർന്നു. കലാമണ്ഡലത്തിൽ ഇനി ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടം പഠിക്കാം. ചരിത്ര തീരുമാനമെടുത്ത് കലാമണ്ഡലം. സ്വാഗതം ചെയ്ത നർത്തകർ. പെരിങ്ങോട്ടുകര ആദർശ് കൊലക്കേസിലെ 6 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവും 4 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. തൃശൂർ 1ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. പൊന്നിയങ്കര ടോൾ പ്ലാസയിൽ ഏപ്രിൽ 1 മുതൽ ടോൾ നിരക്ക് വർദ്ധിക്കും. കാർ, ജീപ്പ് തുടങ്ങിയ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് 110 രൂപയും ഇരുഭാഗത്തേക്കും കൂടി 165 രൂപയുമാണ് പുതിയ നിരക്ക്. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പോഴങ്കാവ് കള്ള് ഷാപ്പിൽ നിന്നും 588 ലിറ്റർ സ്പിരിറ്റ് കലർന്ന കള്ള് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ഷാപ്പ് മാനേജർ രുചിരനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. യേശുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ നാളെ പെസഹ ആചരിക്കും. ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും നടക്കും. എതിരപ്പള്ളി ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൽ കാട്ടാന ആക്രമണം. പാർക്കിലെ ഗ്രില്ലും ചെടിച്ചട്ടികളും മുളങ്കൂട്ടങ്ങളും നശിപ്പിച്ചു. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ ഇഡിയുടെ അന്വേഷണം CPM BJP കൊടുക്കൽ വാങ്ങലിന്റെ ഭാഗമാണെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറഞ്ഞു. പാവറട്ടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM-ഉം BJP-യും കേരളത്തിൽ തോൽവി തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായാണ് ഇത്തരം നാടകങ്ങൾ. ഈ ഡീലിന് UDF ചെറുത്തു തോൽപ്പിക്കും. മറ്റു കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം പറയാമെന്ന് മുരളീധരൻ പറഞ്ഞു. SFI 8 മാസമായി നടത്തുന്ന അന്വേഷണം കേട്ടുകേൾവിയില്ലാത്തതാണ്. ഇതെല്ലാം ഡീലിന്റെ ഭാഗമാണെന്നും തെരഞ്ഞെടുപ്പിൽ ഇവർ എടുക്കുന്ന ഗിമ്മിക്കാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണ നാടകങ്ങളെന്നും മുരളീധരൻ പറഞ്ഞു. നിലവിൽ ECIR ഇട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണെന്നാണ് പുതിയ വിവരം. ഇതെല്ലാം അന്തർധാരയ്ക്ക് വേണ്ടിയിട്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും BJPക്ക് ഒരു സത്യം മനസ്സിലായി, ജയിക്കാൻ സാധ്യമല്ല. അത് മനസ്സിലാക്കിയപ്പോൾ CPM-ഉമായിട്ടുള്ള സഹായത്തോടുകൂടെ ഒരു ഡീൽ ഉറപ്പിക്കാൻ ഇതിങ്ങനെ ഇടയ്ക്ക് കടന്ന് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ഡീലിനെ നേരിടുക എന്നുള്ളതാണ് UDF-ൻ്റെ നയം. അതിനെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും. മറ്റു കാര്യങ്ങളൊക്കെ ഇലക്ഷൻ ശേഷം ഇന്ത്യ സഖ്യ അധികാരത്തിൽ വരട്ടെ, നമുക്ക് അന്നാലോചിക്കാം. അത് SFIO-ൻ്റെ 8 മാസത്തെ അന്വേഷണം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേരളം ഇക്കുറി മാറി ചിന്തിക്കുമെന്നും അതിന്റെ ആദ്യ മാറ്റമുണ്ടാവുക തൃശൂരിലാണെന്നും കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ MP പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യ അഭിവൃദ്ധിയാണ് മോദി നൽകുന്ന ഗ്യാരണ്ടി. എന്നാൽ LDF-ഉം UDF-ഉം കേരളത്തിന് നൽകുന്ന ഗ്യാരണ്ടി ദാരിദ്ര്യവും അഴിമതിയുമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മോദി guarantees performance, progress and prosperity. What is the guarantee by UDF and LDF? Their guarantee is corruption. Their guarantee is dynastic politics. Even in CPM, I never knew that the daughter and son-in-law become so important. So it is dynasty, corruption and poverty. Modi believes in distribution of prosperity. LDF and UDF believe in distribution of poverty. തൊഴിലില്ലായ്മയും ഉന്നത വിദ്യാഭ്യാസത്തിലെ പോരായ്മകളും സംരംഭകരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന സംസ്ഥാനമായതുകൊണ്ടാണ് യുവാക്കളും സംരംഭകരും കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കാൻ കാരണം. They go to other states also. Why he cannot get the job opportunities in Kerala? That is the question. And the responsibility lies with LDF and UDF. Kerala, it's a hostile atmosphere. Therefore, industries are not growing in India. In Kerala. SFIയെ രൂക്ഷമായി വിമർശിച്ച അദ്ദേഹം പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റേത് കേവലം റാഗിംഗ് മൂലമുള്ള മരണമല്ല, കൊടും കൊലയാണെന്നും കൂട്ടിച്ചേർത്തു. സംഭവത്തിൽ കേസ് CBIക്ക് വിട്ടാൽ മാത്രം അന്വേഷണം നടക്കില്ല. കൃത്യമായി കേരളം കേന്ദ്രത്തോട് അക്കാര്യം ആവശ്യപ്പെടണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. SFI has vandalized the campuses. Siddharthan's death is murder. It is not just ragging, it's a cold-blooded murder. Let Kerala government declare and tell the people of Kerala when they have recommended for CBI inquiry of Siddhartha death. Which letter they have sent, let that publish. So state government has not given the request.
So how can we force? BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. TCV തൃശൂർ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർക്ക് തൃശൂർ CJM കോടതിയുടെ അന്ത്യശാസനം. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ നൽകിയ അപകീർത്തി കേസിലാണ് നടപടി. സമൻസ് അയച്ചിട്ടും കോടതിയിൽ ഹാജരാക്കാത്തതിനാലാണ് അന്ത്യശാസനം നൽകിയത്. ജൂലൈ 2-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കും. ഈ സമയം ഹാജരായില്ലെങ്കിൽ വാറണ്ട് പുറപ്പെടുവിക്കും. BJPയും വക്താവ് B ഗോപാലകൃഷ്ണനും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ പിന്തുടരുകയും ഭരണഘടന ചുട്ടുകരിച്ച് പകരം മനുസ്മൃതി നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നവരുമാണെന്നായിരുന്നു ഗോവിന്ദൻ മാസ്റ്ററുടെ വിവാദ പരാമർശം. പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയും വരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ഗോപാലകൃഷ്ണൻ തൃശൂരിൽ പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കള്ളപ്രചരണങ്ങൾക്ക് എതിരായിട്ടുള്ള കോടതിയുടെ ഒരു താക്കീതായി ഈ കേസിനെ വേണമെങ്കിൽ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ട് എന്ന് കണ്ടതുകൊണ്ട് അങ്ങനെ കണക്കാക്കാം. അതുകൊണ്ട് പരസ്യമായിട്ടുള്ള മാപ്പ് ഗോവിന്ദ മാഷ് പറയണം. അത് പറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ഗോവിന്ദ മാഷെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കും. ഇല്ലെങ്കിൽ ഗോവിന്ദ മാഷ് ജയിലിൽ പോകും. രണ്ടിലേതെങ്കിലും ഒന്ന് ഉറപ്പാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് കേന്ദ്ര ഗവൺമെന്റ് മോദി സർക്കാർ മുസ്ലിങ്ങളെ 2ാം തരം പൗരന്മാരായി കണക്കാക്കുന്നതാണ്. വളരെ വളരെ ഗൗരവമായിട്ടുള്ള പ്രസ്താവനയാണ്. പിണറായി വിജയനെതിരെ ഞാൻ കോടതിയിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. തൃശൂരിലെ 4 നേതാക്കൾ കൂടി കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി മുൻ ജഡ്ജിയുമായ അഡ്വക്കേറ്റ് MA കൃഷ്ണനുണ്ണി, KPCC വിചാർ വിഭാഗ് ചേർപ്പ് ബ്ലോക്ക് ചെയർമാനും കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം സെക്രട്ടറിയുമായ CN സജീവ്, ജില്ലാ സഹകരണ ബാങ്ക് മുൻ ഡയറക്ടറും കേരള കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റുമായ KG അരവിന്ദാക്ഷൻ, പ്രിയദർശിനി പബ്ലിക്കേഷൻ സൊസൈറ്റി തൃശൂർ ജോയിന്റ് സെക്രട്ടറി VA രവീന്ദ്രൻ എന്നിവരാണ് BJPയിൽ ചേർന്നത്. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഇവരെ ഷാൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ അടക്കമുള്ളവർ പങ്കെടുത്തു. ചരിത്ര തീരുമാനവുമായി കേരള കലാമണ്ഡലം. അടുത്ത അധ്യയന വർഷം മുതൽ കലാമണ്ഡലത്തിലെ എല്ലാ വിഭാഗം കോഴ്സുകളിലേക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എന്ന വേർതിരിവില്ലാതെ പ്രവേശനം നൽകുമെന്ന് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ അറിയിച്ചു. പുതിയ തീരുമാനപ്രകാരം മോഹിനിയാട്ടം പഠിക്കാൻ ഇനി ആൺകുട്ടികൾക്കും പ്രവേശനം ലഭിക്കും. ഭരണസമിതി അംഗങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ഐക്യകണ്ഠേനയാണ് യോഗം തീരുമാനമെടുത്തത്. ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും തിയേറ്റർ ആൻഡ് പെർഫോമൻസ് മേക്കിംഗിലും കോഴ്സുകൾ ആരംഭിക്കും. കരിക്കുലം കമ്മിറ്റിയാണ് പാഠ്യപദ്ധതി തീരുമാനിക്കുക. ഡോക്ടർ RLV രാമകൃഷ്ണനെതിരെയുള്ള സത്യഭാമ ജൂനിയറിന്റെ ജാതിലിംഗ അധിക്ഷേപ വിവാദത്തെ തുടർന്നാണ് നിർണായക തീരുമാനവുമായി കലാമണ്ഡലം മുന്നോട്ടു പോയത്. കഥകളിയിൽ വനിതാ പ്രവേശനം നേരത്തെ നടപ്പിലാക്കിയ കലാമണ്ഡലം മോഹിനിയാട്ട കളരിയിൽ വാതിൽ ആൺകുട്ടികൾക്ക് തുറന്നിരുന്നില്ല. പെരിങ്ങോട്ടുകര ആദർശിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 6 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവും 4 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. പടിയം സ്വദേശികളായ കൂട്ടാല വീട്ടിൽ നിജിൽ, പെരിങ്ങാടൻ വീട്ടിൽ ഹിരത്, മുട്ടിച്ചൂർ സ്വദേശി പണിക്കവീട്ടിൽ ഷിഹാബ്, കാരമുക്ക് സ്വദേശികളായ താണിക്കൽ വീട്ടിൽ ഷനിൽ, വാലപ്പറമ്പിൽ വീട്ടിൽ ബ്രഷ്നോവ്, മണത്തല സ്വദേശി ഇത്തിപ്പറമ്പിൽ പ്രജിൽ എന്നിവരെയാണ് തൃശൂർ 1ാം അഡീഷണൽ ജില്ലാ ജഡ്ജി KE സാലി കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. 2020 ജൂലൈ 20-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മുൻ വൈരാഗ്യത്തിന്റെ പേരിലായിരുന്നു കൊലപാതകം. അന്തിക്കാട് അന്തോണിമുക്കിൽ വെച്ചായിരുന്നു കൊലപാതകം നടന്നത്. പ്രതികൾ അന്തിക്കാട് ദീപക് വധക്കേസ് അടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ്. 5ാം പ്രതി ഷിഹാബ് കാപ്പ നടപടികൾ നേരിടുന്ന ആളാണ്. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ KB സുനിൽകുമാർ, ലിജി മധു, KP അജയ്കുമാർ എന്നിവർ കോടതിയിൽ ഹാജരായി. മണ്ണുത്തി പാലക്കാട് ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഏപ്രിൽ 1 മുതൽ ടോൾ നിരക്ക് വർദ്ധിക്കും. കാർ, ജീപ്പ്, LMV വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് 110 രൂപയും ഇരുഭാഗത്തേക്കും കൂടി 165 രൂപയുമാണ് നിരക്ക്. മിനി ബസ്, ലൈറ്റ് ഗുഡ്സ് വാഹനം എന്നിവയ്ക്ക് ഒരു ഭാഗത്തേക്ക് 170 രൂപയും ഇരുഭാഗത്തേക്കും 255 രൂപയും, ബസ്, ട്രക്ക് എന്നിവയ്ക്ക് ഒരു ഭാഗത്തേക്ക് 350 രൂപയും ഇരുഭാഗത്തേക്കും 795 രൂപയുമാണ് പുതിയ നിരക്ക്. നിരക്ക് വർധന സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് ദേശീയപാത അതോറിറ്റി വിജ്ഞാപനമിറക്കിയത്. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് കള്ളുഷാപ്പിൽ നിന്നും സ്പിരിറ്റ് കലർന്ന കള്ള് പിടികൂടി. പോഴങ്കാവ് കള്ളുഷാപ്പിൽ നിന്നാണ് 588 ലിറ്റർ സ്പിരിറ്റ് കലർന്ന കള്ള് കണ്ടെത്തിയത്. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സതീഷ് കുമാറിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് ഇൻസ്പെക്ടർ M ശ്യാംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഷാപ്പ് മാനേജർ ശ്രീനാരായണപുരം ചാണാശ്ശേരി വീട്ടിൽ റിജിലിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഷാപ്പ് ലൈസൻസി മുരുങ്ങൂർ സ്വദേശി പുത്തൻതറ വീട്ടിൽ സൈജുവിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ
മോയിഷ്, ബെന്നി, പ്രിവന്റീവ് ഓഫീസർമാരായ അനീഷ്, സജികുമാർ, എൽദോ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജോഷി, റിഹാസ്, സിജാദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ തസ്നിം എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. യേശുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ നാളെ പെസഹ തിരുനാൾ ആചരിക്കും. ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും നടക്കും. യേശു തന്റെ ശിഷ്യർക്കൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെ സ്മരണ പുതുക്കിയാണ് പെസഹ വ്യാഴം ആചരിക്കുന്നത്. കടന്നുപോകൽ എന്നാണ് പെസഹ എന്ന വാക്കിനർത്ഥം. ശിഷ്യന്മാരുടെ കാൽ കഴുകി ലോകത്തിന് മുഴുവൻ ക്രിസ്തു എളിമയുടെ സന്ദേശം നൽകിയതിന്റെ ഓർമ്മപ്പെടുത്തലാണ് പെസഹ വ്യാഴാഴ്ച നടക്കുന്ന ദേവാലയങ്ങളിലെ കാൽ കഴുകൽ ശുശ്രൂഷ. പള്ളികളിൽ തെരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ പാദങ്ങളാണ് പുരോഹിതൻ കഴുകി തുടച്ച് ചുംബിക്കുക. വീടുകളിൽ പെസഹ അപ്പം മുറിക്കൽ ചടങ്ങ് നടക്കും. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നാളെ രാവിലെ 6:30 നടക്കുന്ന പെസഹ തിരുകർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് 9 മുതൽ രാത്രി 7 മണി വരെ ആരാധന, രാത്രി 7-ന് പൊതു ആരാധന, 8-ന് പെസഹ അപ്പം മുറിക്കൽ എന്നിവ നടക്കും. വ്യാകുല മത ബസിലിക്കയിൽ രാവിലെ 6:30 നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ടോണി നിലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാവിലെ 7 മണിക്ക് ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ വൈകിട്ട് 5:30 നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. അതിരപ്പള്ളി ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. പാർക്കിനുള്ളിലെ ഗ്രില്ലും ചെടിച്ചട്ടികളും മുളങ്കൂട്ടങ്ങളും കാട്ടാനക്കൂട്ടം ചവിട്ടി ഒടിച്ചിട്ട നിലയിലാണ്. ബുധനാഴ്ച പുലർച്ചെയാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ഏഴാറ്റുമുഖം മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ KS അനിലിനെ നിയമിച്ചു. മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ പ്രൊഫസറാണ് ഡോക്ടർ KS അനിൽ. നേരത്തെ VC ആയിരുന്ന ഡോക്ടർ PC ശശീന്ദ്രൻ രാജിവെച്ചിരുന്നു. ഈ ഒഴിവിലേക്കാണ് നിയമനം. 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ മുൻ VC പിൻവലിച്ചത് വിവാദമാവുകയും കടുത്ത സമ്മർദ്ദം അദ്ദേഹം നേരിടുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു രാജി. വിയൂർ ഫയർഫോഴ്സ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 71 ഡ്രൈവർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. പാസിംഗ് ഔട്ട് പരേഡിൽ ഡയറക്ടർ ജനറൽ K പത്മകുമാർ സല്യൂട്ട് സ്വീകരിച്ചു. അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ AS ജോഗി പരിശീലനാർത്ഥികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അഗ്നിസുരക്ഷ, ഫയർ ഫൈറ്റിംഗ്, ഇൻഡസ്ട്രിയൽ ഫയർ സേഫ്റ്റി, മൗണ്ടൻ റെസ്ക്യൂ, വെള്ളപ്പൊക്ക രക്ഷാപ്രവർത്തനം, വിവിധ രാസ അപകടങ്ങൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നതിനുള്ള പരിശീലനമാണ് നൽകിയിട്ടുള്ളത്. ഫയർഫോഴ്സ് ടെക്നിക്കൽ ഡയറക്ടർ M നൌഷാദ്, അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ അരുൺ അൽഫോൺസ്, അക്കാദമി ഡയറക്ടർ MG രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസു ചേലക്കര മണ്ഡലത്തിൽ പര്യടനം നടത്തി. മൈനൂർക്കാവ്, തണൽ, ബാലാശ്രമം, തിരുവില്ലാമല, പഴയന്നൂർ, എളനാട് തുടങ്ങിയ മേഖലകളിലാണ് പര്യടനം നടത്തിയത്. ചെറുതുരുത്തിയിൽ റോഡ് ഷോയും നടന്നു. മോദിയുടെ ഗ്യാരണ്ടിയിൽ ആലത്തൂർ മണ്ഡലത്തിൽ കൂടുതൽ വികസനം ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നും ഇനി വരാൻ പോകുന്നത് മോദി യുഗം തന്നെയാണെന്നും ഡോക്ടർ സരസു പറഞ്ഞു. BJP മഹിളാ മോർച്ച നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ K അജിത് കുമാർ, KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, NA സാബു, വിപിൻ വടേരിക്കാട്ടിൽ, ഉദയൻ കളരിക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന് എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. കാഞ്ഞിരക്കോട്, മോസ്കോ, കൊരട്ടിയാം കുന്ന് കോളനി, തൃക്കണപതിയാരം, ചുറ്റണ്ട, എടക്കാട്, കോട്ടപ്പുറം, നെല്ലുവായ് എന്നിവിടങ്ങളിലാണ് സ്വീകരണം നൽകിയത്. LDF നേതാക്കളായ MS സിദ്ധൻ, PT ദേവസി, KV ശങ്കരനാരായണൻ, M നന്ദീഷ്, TK മനോജ് കുമാർ, TK ശിവൻ, NB ബിജു, ഡോക്ടർ VC ബിനോജ് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണത്തിന് നേതൃത്വം നൽകി. AC മൊയ്തീൻ MLA, MN സത്യൻ, KM അഷ്റഫ്, S ബസന്തലാൽ, ജലീൽ ആദൂർ, സയ്യിദ് ഷബീൽ, TP ജോസഫ്, KD ബാഹുലയൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. നെല്ലുവായിലെ സ്വീകരണത്തിൽ മാതൃകാ കർഷകൻ കൂടിയായ K രാധാകൃഷ്ണന് ആർട്ടിസ്റ്റ് സുധാകരൻ നെല്ലുവായി മരത്തിൽ നിർമ്മിച്ച കർഷകന്റെ ശില്പം സമ്മാനിച്ചു. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇരിങ്ങാലക്കുടയിൽ 2ാം ഘട്ട പ്രചാരണം ആരംഭിച്ചു. ചാത്തൻ മാസ്റ്റർ സ്മാരകം, ഇന്നസെന്റിന്റെ വസതി, സ്കൂളുകൾ, സ്ഥാപനങ്ങൾ എന്നിവ സന്ദർശിച്ചു. NDA പ്രാദേശിക നേതാക്കളായ സന്തോഷ് ചെറാക്കുളം, കൃപേഷ് ചെമ്മണ്ട, ജയചന്ദ്രൻ, ഷൈജു കുറ്റിക്കാട്ട്, മാലിനി പ്രേംകുമാർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടലംഘനം സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് പരാതി നൽകാവുന്ന
സി വിജിൽ ആപ്പ് വഴി ഇതുവരെ ലഭിച്ചത് 1914 പരാതികൾ. ഇതിൽ 1906 പരാതികൾ പരിഹരിച്ചു. പൊതുയിടങ്ങളിൽ പോസ്റ്ററുകൾ, ബാനറുകൾ തുടങ്ങിയവ പ്രദർശിപ്പിച്ച് പ്രചരണം നടത്തിയത് സംബന്ധിച്ചാണ് കൂടുതൽ പരാതികളും ലഭിച്ചിട്ടുള്ളത്. കളക്ടറേറ്റിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കോൺഫറൻസ് റൂമിനോട് ചേർന്നാണ് സി വിജിൽ ആപ്പ് നിരീക്ഷണത്തിന് 24 മണിക്കൂറും കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത്. പെരുമാറ്റച്ചട്ട ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ സി വിജിൽ ആപ്ലിക്കേഷൻ മുഖേന ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് 5 മിനിറ്റിനകം അപ്ലോഡ് ചെയ്ത് പരാതി നൽകാം. വിശ്വാസത്തിനു മുന്നിൽ എതിർപ്പിന്റെ മലയിടിഞ്ഞു വീഴുമെന്ന സന്ദേശവുമായി ഒരു ബദർ ദിനം കൂടി. റമദാനിലെ 17ാം നാളാണ് ബദർ ദിനമായി കൊണ്ടാടുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ വഴിത്തിരിവായി മാറിയ ബദർ യുദ്ധത്തെ സ്മരിക്കുന്ന ദിവസമാണ് റംസാനിലെ 17ാം നാൾ. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഥമ യുദ്ധം എന്ന നിലയിൽ ബദർ യുദ്ധത്തിന് ഏറെ പ്രസക്തിയുണ്ട്. മുഹമ്മദ് നബിയും 313 അനുയായികളും സത്യവിശ്വാസത്തിന്റെ ഭാഗത്തും മക്കയിലെ പ്രമുഖനായ അബ്ജുഹിലിന്റെ കീഴിൽ 1000-ഓളം പടയാളികൾ മറുപക്ഷത്തും നിരന്ന ഇസ്ലാം ചരിത്രത്തിലെ ശത്രുക്കളുമായി നടത്തിയ ആദ്യത്തെ യുദ്ധത്തിന്റെ ഫലം വളരെ നിർണായകമായിരുന്നു. തീരദേശത്ത് സ്വകാര്യ ബസ്സുകളുടെ ചില്ലുകൾ കല്ലെറിഞ്ഞു തകർത്ത നിലയിൽ. നാട്ടിക ബീച്ച് സ്വദേശി ആഘോഷ് പള്ളത്തിന്റെ ഉടമസ്ഥയിലുള്ള ബസ്സുകൾക്കും വാടാനപ്പള്ളിയിലെ തിരുവോണം ടൂറിസ്റ്റ് ബസ്സിനും നേരെയാണ് ആക്രമണം നടന്നത്. വലപ്പാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തൃശൂരിന്റെ നാടകലോകത്തെ അടയാളപ്പെടുത്തുന്ന 2 പേരുകളാണ് രംഗചേതനയും KV ഗണേഷും. ഈ 2 പേരുകളുടെയും ഇഴയടുപ്പം കൂടിച്ചേരുന്നതാണ് സാംസ്കാരിക നഗരിയുടെ നാടകലോകം. നാടകം ജീവനും ജീവിതവുമാക്കിയ കലാകാരൻ, അരങ്ങിലും അണിയറയിലുമായി 49 സംവത്സരങ്ങൾ. രചനയിൽ തുടങ്ങി സംവിധായകനും അഭിനേതാവും. എന്തിന് ശബ്ദം, വെളിച്ചം, രംഗാവിഷ്കാരം, മേക്കപ്പ് ഇങ്ങനെ നീളുന്നു ഗണേഷ് എന്ന കലാകാരന്റെ വേഷപ്പകർച്ചകൾ. 8ാം വയസ്സിൽ കയറിയ അരങ്ങിൽ തന്നെയാണ് ഇന്നും ജീവിതം. ആരെയും മടുപ്പിക്കാതെയും മടുപ്പില്ലാതെയും മാറ്റത്തെ അറിഞ്ഞും അതിജീവിച്ചും നാടകമെന്ന ആവേശത്തിൽ തന്നെ. നാടകം വല്ലാതെ മുന്നോട്ട് പോയിട്ടുണ്ട്. ആ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കും ആ നാടകത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റി എന്നുള്ളതാണ് വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യം. ആ മാറ്റത്തിനൊപ്പം എത്താൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ശ്രമം എന്ന് പറയുന്നത് അത് നിരന്തരം നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു ആവേശകരമായിട്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് തിരിച്ച് സമ്മാനിക്കുന്നത്. തൻ്റെ നാടകം തന്നെയാണ് തൻ്റെ രാഷ്ട്രീയമെന്ന് തറപ്പിച്ച് പറയുക മാത്രമല്ല, സൃഷ്ടികളിലൂടെ അതിന് അടിവരയിടുക കൂടി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗവർണർ പോലെയുള്ള പ്രതിഷേധ നാടകങ്ങൾ രംഗത്തെത്തുന്നത്. മനുഷ്യൻ്റെ രാഷ്ട്രീയമാണ് നാടകവേദികളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാ കാലത്തും എല്ലാ നാടകങ്ങളും രാഷ്ട്രീയം സംസാരിക്കുന്ന നാടകങ്ങളാണ് എന്നാണ് എൻ്റെ ഒരു പക്ഷം. നമ്മുടെ കേരളത്തിലൊരു ഗവർണർ എന്ന് പറയുന്നൊരു വാക്ക് നിരോധിക്കുക, ആ വാക്കിൽ ഉള്ളൊരു നാടകം കളിക്കാൻ പാടില്ല. അപ്പോൾ അതിനെ പ്രതിഷേധിക്കേണ്ടത് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ചുമതലയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ആപത്തുണ്ട് എന്നുള്ളത് വിളിച്ചു പറയാൻ എല്ലാ കാലത്തും ബാധ്യതപ്പെട്ടവരാണ് നാടകക്കാർ. ആ പ്രയത്നം അല്ലെങ്കിൽ ആ പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കും. കോവിഡ് കാലത്ത് വീടിനകം അരങ്ങാക്കി മാറ്റിയ അദ്ദേഹത്തിന് നാടകം കുടുംബക്കാര്യം കൂടിയാണ്. മക്കളായ അപ്പുവും അച്ചുവും അഭിനേതാക്കൾ. സദാ ഒപ്പമുള്ള സഹധർമ്മിണി വിനി ഈ നാടക ദിനത്തിൽ ഗണേഷ് മാഷ് രൂപകൽപ്പനയും സംവിധാനവും നിർവഹിച്ച മാറ്റുദേശത്തിലൂടെ അണിയറയിൽ നിന്നും അരങ്ങിലും. ഒരു നാടകത്തിന്റെ തുടക്കം തൊട്ട് നിൽക്കുന്നത് ആദ്യത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ അത് സൺഡേ തിയേറ്ററിൽ ചേർന്നുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ നിന്നതാണ്. തുടക്കത്തിൽ ഇങ്ങനെ ഇവരെ കൂടെ ഇങ്ങനെ സഹായിയായിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇങ്ങനെ കോറസായിട്ട് ഇങ്ങനെ കയറി. നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബോറടില്ലേ. അപ്പോൾ ഒരു ചാർജിങ്, സെൽഫ് ചാർജിങ്. തൃശ്ശൂരിന്റെ സ്വന്തം നാടക സംഘമായ രംഗചേതനയുമായുള്ള 35 വർഷം നീണ്ട ബന്ധമാണ് ഗണേഷ് എന്ന സജീവ നാടകക്കാരനെ പരിവപ്പെടുത്തിയത്. നിലവിൽ രംഗചേതനയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടറായ ഗണേഷ് മാഷിലൂടെ സംഘം നടത്തുന്ന പ്രതിവാര നാടകാവതരണവും നാടകക്കളരിയും 672 ആഴ്ചകളായി മുടങ്ങാതെ തുടരുകയുമാണ്. ഇതിലൂടെ സാംസ്കാരിക നഗരിയുടെ നാടക സമ്പത്തിന് മുതൽക്കൂട്ടായി മാറുകയാണ് രംഗചേതനയും ഗണേഷ് മാഷും. TCV തൃശൂർ.
അമേച്യൂർ നാടകങ്ങളിലൂടെയും പ്രൊഫഷണൽ നാടകങ്ങളിലൂടെയും പ്രേക്ഷക മനസ്സു കീഴടക്കിയ പ്രഭാകരൻ കോടാലി അഭിനയ ജീവിതത്തിന്റെ 50 ആണ്ട് പിന്നിടുകയാണ്. അമേച്യൂർ നാടകത്തിലൂടെ 18-ാം വയസ്സിൽ അഭിനയ രംഗത്തെത്തിയ പ്രഭാകരൻ 69-ാം വയസ്സിലും വേദികളിൽ നിറഞ്ഞാടുകയാണ്. കൊടകര പുതുക്കാട് മേഖലയിൽ നിന്ന് പ്രൊഫഷണൽ നാടകരംഗത്ത് ഇന്നും സജീവമായി നിൽക്കുന്ന ഒരേയൊരു കലാകാരൻ കൂടിയാണ് ഈ കോടാലിക്കാരൻ. 3000-ലേറെ വേദികൾ പിന്നിട്ട് പ്രഭാകരന്റെ നാടക ജീവിതം തുടരുകയാണ്. 18 വയസ്സുള്ളപ്പോഴാണ് വീടിന് സമീപത്തെ മുരുക്കുങ്ങൽ ഉദയ ക്ലബിന്റെ നാടകത്തിലൂടെ ആദ്യമായി അരങ്ങത്തെത്തിയത്. കന്നി അഭിനയത്തിലൂടെ മികച്ച 2ാമത്തെ നടനുള്ള പുരസ്കാരം അന്ന് കരസ്ഥമാക്കി. തുടർന്ന് 10 വർഷത്തോളം അമേച്വർ നാടകരംഗത്ത് സജീവമായി തുടർന്നു. 60-ലേറെ നാടകങ്ങളിൽ മികച്ച വേഷം അവതരിപ്പിച്ചു. 28-ാം വയസ്സിൽ അഭിനയ ജീവിതത്തിന് ഇടവേള കൊടുത്ത് പ്രവാസിയായി. സൗദിയിലും തുടർന്ന് ദുബായിലുമായി നീണ്ട 18 വർഷങ്ങൾ ജോലി ചെയ്തു. പ്രവാസ ജീവിതത്തിനിടെ ഗൾഫ് റേഡിയോകൾക്ക് വേണ്ടി സ്കിറ്റുകൾ എഴുതി. നിരവധി ചെറുകഥകളും മലയാള ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. ശവംനാറിപ്പൂക്കളുടെ കാവൽക്കാരൻ എന്ന നാടകമെഴുതി സംവിധാനം ചെയ്തു. ഗൾഫിലെ പ്രവാസി സുഹൃത്തുക്കളുമായി ചേർന്ന് 6ഓളം വേദികളിൽ ഈ നാടകം അവതരിപ്പിച്ചു. 2002-ൽ നാട്ടിൽ തിരിച്ചെത്തിയ ശേഷമാണ് പ്രൊഫഷണൽ നാടകരംഗത്ത് സജീവമായത്. പക്ഷെ ഒരു നാടകക്കാരൻ എന്നുള്ള നിലയിൽ, പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കുന്ന ഏക വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കതിൽ അഭിമാനമുണ്ട്. എന്തായാലും 50 വർഷത്തെ നാടക ജീവിതത്തിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. കോഴിക്കോട് പൂക്കാട് കലാലയത്തിന്റെ 35ാമത് നാടകമായ എന്തൊരോ മഹാനുഭാവനുവിൽ പ്രഭാകരൻ അവതരിപ്പിച്ച കഥാപാത്രവും ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഇ.കെ. നായനാരുടെ ജീവിതത്തെ ആസ്പദമാക്കി പിരപ്പൻകോട് മുരളി ഒരുക്കിയ ജനനായകൻ എന്ന നാടകത്തിൽ അഭിനയിക്കാനായത് ഭാഗ്യമായി ഈ കലാകാരൻ കരുതുന്നു. വി.എസ്. അച്യുതാനന്ദൻ അടക്കമുള്ള വലിയൊരു പ്രേക്ഷക സദസ്സിന് മുന്നിൽ ഈ നാടകം അഭിനയിച്ചതും കല്യാശ്ശേരിയിൽ നാടകം അവതരിപ്പിക്കാൻ പോയപ്പോൾ നായനാരുടെ സഹധർമ്മിണി ശാരദ ടീച്ചർ അഭിനന്ദിച്ചതും മറക്കാനാവാത്ത അനുഭവമാണ്. 50 വർഷത്തെ അഭിനയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനവും സംതൃപ്തിയുമാണുള്ളതെന്ന് പ്രഭാകരൻ കോടാലി പറയുന്നു. ഒരിക്കലും ഒരു നാടകക്കാരൻ പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥ ഇന്നില്ല. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചില നിയമങ്ങളിലെ ഊരാക്കുടിക്കലാണ്. 10 മണിക്ക് ശേഷം സ്റ്റേജുകളിൽ, അമ്പല സ്റ്റേജുകളിലോ പള്ളി സ്റ്റേജുകളിലോ നാടകങ്ങൾ അവതരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിയമം നിലവിൽ വന്നുകൊണ്ട് ഇന്ന് കലാകാരന്മാരെല്ലാം വളരെ പ്രതിസന്ധിയിലാണ്. രാത്രി വൈകി നാടകം അവതരിപ്പിക്കുന്നതിന് നിലവിലുള്ള നിയമതടസ്സം നാടകകലയുടെ വളർച്ചയ്ക്കും വികാസത്തിനും വിലങ്ങുതടിയാകുന്നതായി പ്രഭാകരൻ പറഞ്ഞു. ഈ നിയമതടസ്സം നീക്കുന്നതിന് സർക്കാർ ഇടപെടണമെന്ന അഭ്യർത്ഥനയും ഈ കലാകാരൻ അധികാരികളുടെ മുന്നിൽ വയ്ക്കുന്നു. നമ്മളെല്ലാം ആദരവോടെ നോക്കിക്കണ്ടിരുന്ന, എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന സഖാവ് ഇ.കെ. നായനാരുടെ ജീവിതകഥയെ ആസ്പദമാക്കി പിരപ്പൻകോട് മുരളി സാറ് രചന സംവിധാനം ചെയ്ത ജനനായകൻ എന്ന നാടകത്തിൽ നല്ലൊരു വേഷം അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു നാടകക്കാരൻ എന്നുള്ള ഒരു സന്തോഷം എനിക്ക് കൂടുതൽ കിട്ടിയത് നായനാരുടെ വീട്ടിൽ ചെന്ന് നായനാരുടെ ഭാര്യയായ ശാരദ ടീച്ചറോട് ചായ വാങ്ങിച്ചു കുടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ചില അനുഭവമാണ്. അഭിനയ ജീവിതത്തിന്റെ 50-ാം വർഷം ആഘോഷിച്ച വേളയിൽ വെള്ളിക്കുളങ്ങരയിലെ സേവ് സംഘടന ഈ കലാകാരനെ കോടാലി കുട്ടിയമ്പലം റോഡിലുള്ള വീട്ടിലെത്തി ആദരിച്ചിരുന്നു. ലളിതയാണ് ഭാര്യ. ആശ, അഭിലാഷ്, അനൂപ് എന്നിവർ മക്കളാണ്. നാടകത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഈ കലാകാരൻ ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം നാടകരംഗത്ത് തുടരാനാണ് ആഗ്രഹിക്കുന്നത്. കൾച്ചറൽ ഡെസ്ക് TCV. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളിയുടെ നാടകക്കാരൻ എന്ന നിലയിൽ എന്റെ ജീവിതം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തൃശൂരിൽ നടന്നു. സംഗീത നാടക അക്കാദമി അങ്കണത്തിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് സംഗീത അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ അധ്യക്ഷത വഹിച്ചു. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ. സച്ചിദാനന്ദൻ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. അഭിനേത്രി രജിത മധു പുസ്തകം ഏറ്റുവാങ്ങി. മേദിനി മുഖ്യാതിഥിയായിരുന്നു. TM എബ്രഹാം, കാവുമ്പായി ബാലകൃഷ്ണൻ, KV കോമളവല്ലി, ജയദേവൻ കരിവള്ളൂർ, TA ഉഷാകുമാരി, ഗ്രന്ഥകർത്താവ് കരിവള്ളൂർ മുരളി തുടങ്ങിയവർ സംസാരിച്ചു. പുസ്തക പ്രകാശന വേദിയിൽ സംഗീതാർച്ചനയും കരിവള്ളൂർ മുരളിയുടെ കവിതയെ ആസ്പദമാക്കി കലാമണ്ഡലം ഐശ്വര്യ, ആതിര, നന്ദൻ എന്നിവർ അവതരിപ്പിച്ച നൃത്താവിഷ്കാരവും അരങ്ങേറി. സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം. ഓരോ വിളിയിൽ ഇങ്ങനെ രംഗചേതനയുടെ ആഭിമുഖ്യത്തിൽ രംഗചേതന നാടക പുരസ്കാരം പ്രൊഫസർ P. ഗംഗാധരന് തൃശൂരിൽ സമ്മാനിച്ചു. ഡോക്ടർ KG പൗലോസ് ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ PN പ്രകാശ് അധ്യക്ഷനായിരുന്നു. ഡോക്ടർ CK തോമസ്, പ്രൊഫസർ PN പ്രകാശ്, പ്രൊഫസർ MK സാനു തുടങ്ങിയവർ സംസാരിച്ചു.
തൃശൂർ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നാടക സൗഹൃദ ദിനം ആഘോഷിച്ചു. സാഹിത്യ അക്കാദമിയിൽ നടന്ന സൗഹൃദ ദിനാചരണം ചലച്ചിത്ര നടൻ TG രവി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് KT കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം ശിവജി ഗുരുവായൂർ, ജോസ് പായമൽ, കലാനിലയം രാധ, ചലച്ചിത്ര താരം ബാലസു തുടങ്ങിയവർ സംസാരിച്ചു. അമേച്വർ പ്രൊഫഷണൽ നാടകരംഗത്തെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. മേലൂരിൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വയോധികയുടെ സ്വർണ്ണമാല മോഷ്ടിച്ച പ്രതിയെ പോലീസ് പിടികൂടി. കൂവക്കാട്ടുകുന്ന് സ്വദേശി കൈതാരൻ വീട്ടിൽ ജോഷിയെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. മുരിങ്ങൂരിൽ വാഹന മെക്കാനിക് ജോലികൾ ചെയ്തു വരുന്നയാളാണ് ഇയാൾ. പുലർച്ചെ ബൈക്കിൽ വേഷം മാറി സഞ്ചരിച്ച് വിവിധ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഒറ്റയ്ക്ക് പോകുന്ന വയോധികരായ സ്ത്രീകളെ ലക്ഷ്യം വെച്ചാണ് ഇയാൾ മോഷണം നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. സംഭവ ദിവസം മേലൂർ കാലടി ശിവക്ഷേത്രത്തിന് സമീപം ഒറ്റയ്ക്ക് ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന വയോധികയെ കണ്ട് ബൈക്ക് മാറ്റി നിർത്തി ഓടിച്ചെന്ന് മാല പൊട്ടിച്ച് ബൈക്കിൽ കയറി കടന്നു കളയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ബോബി ജോസിന്റെ രണ്ടാമത്തെ കൃതിയായ അവൻ, അവൾ, നമ്മൾ, ചില ലിംഗവിചാരങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ഡോക്ടർ K സച്ചിദാനന്ദൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. എഴുത്തുകാരിയുടെ അമ്മ ലില്ലി ടീച്ചർ പുസ്തകം ഏറ്റുവാങ്ങി. കുടുംബത്തിലും സമൂഹത്തിലും ആവശ്യം വേണ്ടതായ ലിംഗസമത്വ, ലിംഗനീതി പാഠങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരം കൃതികൾ വളരെ പ്രസക്തമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പുസ്തകത്തിന്റെ അവതാരിക എഴുതിയ കവി ലോപാമുദ്ര, രചയിതാവ് ബോബി ജോസ് എന്നിവർ സംസാരിച്ചു. ജില്ലയിൽ താപനില ഉയർന്നു തന്നെ. ബുധനാഴ്ച 38 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയത്. താപനില 40 വരെ ഉയരുമെന്ന് മുന്നറിയിപ്പുള്ളതിനാൽ ജില്ലയിൽ യെല്ലോ അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശനിയാഴ്ച വരെ ചൂട് കൂടും. കഴിഞ്ഞ വർഷം ജില്ലയിൽ ഏപ്രിൽ മാസത്തിൽ 42 ഡിഗ്രി വരെ ചൂട് രേഖപ്പെടുത്തിയിരുന്നു. താപനില ഉയരുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ക്രമാതീതമായി ചൂട് ഉയരുന്നത് ജനജീവിതത്തെയും ദുസ്സഹമാക്കി. കനത്ത ചൂട് നെൽകർഷകരെയും ക്ഷീരകർഷകരെയും ബാധിച്ചു. 1 ഡിഗ്രി ചൂട് ഉയരുമ്പോൾ 5 മുതൽ 10% വരെ പാൽ ഉൽപാദനത്തെ ബാധിക്കുന്നുണ്ട്. നെല്ലിന്റെ വിളവെടുപ്പിനെയും ചൂട് ബാധിച്ചു. ജലാംശം കുറഞ്ഞതുമൂലം നെല്ലിന്റെ തൂക്കത്തെ കാര്യമായി ബാധിച്ചതായി കർഷകർ പറഞ്ഞു. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. മാസപ്പടി വിവാദത്തിൽ ഇഡിയുടെ അന്വേഷണം CPM BJP കൊടുക്കൽ വാങ്ങലിന്റെ ഭാഗമാണെന്ന് K മുരളീധരൻ MP. കേരളം ഇക്കുറി മാറി ചിന്തിക്കുമെന്നും അതിന്റെ മാറ്റം ആദ്യമുണ്ടാവുക തൃശൂരിലാണെന്നും BJP നേതാവ് പ്രകാശ് ജാവദേക്കർ MP. ജില്ലയിലെ 4 കോൺഗ്രസ് നേതാക്കൾ കൂടി BJPയിൽ ചേർന്നു. കലാമണ്ഡലത്തിൽ ഇനി ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടം പഠിക്കാം. ചരിത്ര തീരുമാനമെടുത്ത് കലാമണ്ഡലം. സ്വാഗതം ചെയ്ത് നർത്തകർ. പെരിങ്ങോട്ടുകര ആദർശ് കൊലക്കേസിലെ 6 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവും 4 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. പൊന്നിയങ്കര ടോൾ പ്ലാസയിൽ ഏപ്രിൽ 1 മുതൽ ടോൾ നിരക്ക് വർദ്ധിക്കും. കാർ, ജീപ്പ് തുടങ്ങിയ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് 110 രൂപയും ഇരുഭാഗത്തേക്കും കൂടി 165 രൂപയുമാണ് പുതിയ നിരക്ക്. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പൂഴങ്കാവ് കള്ളുഷാപ്പിൽ നിന്നും 588 ലിറ്റർ സ്പിരിറ്റ് കലർന്ന കള്ള് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ഷാപ്പ് മാനേജർ റിജിലിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. യേശുവിന്റെ അന്ത്യാത്താഴ സ്മരണയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ നാളെ പെസഹ ആചരിക്കും. ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും നടക്കും. അതിരപ്പള്ളി ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൽ കാട്ടാന ആക്രമണം. പാർക്കിലെ ഗ്രില്ലും ചെടിച്ചട്ടികളും മുളങ്കൂട്ടങ്ങളും നശിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.